Lord, hallelujah, hallelujah, praise the Lord, hallelujah, 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 hallelujah. ദൈവത്തിന് മഹത്വം, hallelujah, 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 praise the Lord. Amen, hallelujah, 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 praise the Lord, praise the Lord, praise the Lord, hallelujah, hallelujah. Amen. We praise you, Lord. We praise you, Lord. We praise you, Lord. We praise you, Lord. Hallelujah. 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 കുഞ്ഞാടേ നിനക്ക് മഹത്വം 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 മഹത്വം. ഹാലേലുയ ഹാലേലുയ. പരിശുദ്ധനേ മഹത്വം മഹത്വം മഹത്വം. ഹാലേലുയ 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 ഹാലേലുയ. Hallelujah, 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 hallelujah. കർത്താവേ മഹത്വം മഹത്വം മഹത്വം. Hallelujah, 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 hallelujah. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Hallelujah, 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 hallelujah. We glorify your name, Lord. We glorify your name. We glorify your name, Lord. Hallelujah. പരിശുദ്ധനേ മഹത്വം 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 മഹത്വം. നന്ദി കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Oh, we bless your name, we bless your name, Lord. We bless your mighty name. Hallelujah. Praise the Lord. ദൈവ തിരുനാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫേസ്ബുക്ക് ലൈവിലൂടെ ബ്ലസ് പുത്തൻകാവ് എന്ന ഗ്രൂപ്പിലൂടെ ദൈവവചനവുമായി ഇന്ന് പകൽ നിങ്ങളോട് മധ്യേ സംസാരിക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ അനീഷ് പുത്തൻകാവ്, മറ്റ് അഡ്മിൻസ് എല്ലാവരെയും ധാരാളമായി കർത്താവ് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ദൈവ നാമത്തിൻ്റെ മഹത്വത്തിനും രാജ്യത്തിൻ്റെ വിസ്തീർണത്തിനും വേണ്ടി ഉപയോഗിക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് ലൈവിലൂടെ എന്നെ കേൾക്കുന്ന ഏവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. അധികം ഇൻട്രൊഡക്ഷൻസ് ഒന്നുമില്ലാതെ തന്നെ എത്രയും വേഗം ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് വരുവാൻ കഴിയട്ടെ. ഇന്ന് രാത്രിയിൽ ബിൽഡിംഗ് വാൾസ് ഇൻ പ്രയർ, പ്രാർത്ഥനയാൽ മതിലുകളെ പണിയുക എന്ന ആ ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ബിൽഡിംഗ് വാൾസ് ഇൻ പ്രയർ, പ്രാർത്ഥനയാൽ മതിലുകൾ പണിയുക. നമ്മുടെ ശ്രദ്ധയെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യവുമാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. നെഹമ്യാവിൻ്റെ ചരിത്രമെല്ലാം അറിയാം, എങ്കിലും ആ 4-ാം വാക്യം ഇന്ന് രാത്രി വായിക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ: When I heard these words, I sat down and wept and mourned for days, and I was fasting and praying before the God of heavens. അതുപോലെ തന്നെ 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. So I answered unto them, the God of heaven will give us success, therefore we his servants will arise and build. പ്രാർത്ഥനയാൽ മതിലുകളെ പണിയുക. ഇന്ന് പകലിൽ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ആ ഒരു ചിന്തയാണ് പ്രാർത്ഥനയാൽ മതിലുകളെ പണിയുക.
ഒരു മതിൽ പണിയുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പലവിധമായ കാര്യങ്ങളുണ്ട്. ദർ ഇസ് എ ലോട്ട് ഓഫ് ലേബർ, ഒത്തിരി ലേബർ തൊഴിലുകൾ ഒത്തിരി ചെയ്യേണ്ട ഒരു കാര്യമാണ് മതിൽ പണി എന്നുള്ളത്. അതിന്റെ പിറകിൽ കുറെ ഹാർഡ് വർക്ക് ആവശ്യമാണ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മതിൽ പണി തീർക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിന്റെ പിന്നിൽ പലവിധമായ ഫിസിക്കൽ ഫാക്ടേഴ്സ് അതിന്റെ പിന്നിലുണ്ട്. വെറുതെ നാം ഇരുന്ന് സംസാരിച്ചാൽ മാത്രം ഒരു മതിൽ പണി കഴിയുകയില്ല. എസ്പെഷ്യലി നമ്മൾ ഇത്രയും വലിയ ഒരു മതിൽ പണിയുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ ഒരു ഹാർഡ് വർക്ക് ഉള്ളതായിട്ട് നാം മനസ്സിലാക്കണം. ആ ഫിസിക്കൽ ഹാർഡ് വർക്ക് മാത്രമല്ല, അതിന്റെ പിന്നിൽ പലവിധമായ ഇമോഷണൽ സ്ട്രെസ് ഉണ്ട്. ആ സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതിനെയെല്ലാം തരണം ചെയ്യുമ്പോഴാണ് ശക്തിയേറിയ ഒരു മതിൽ നമുക്ക് പണിത് തീർക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാടുകളിലൊക്കെ മതിൽ പണിയുന്ന മേശരിമാരൊക്കെ ഉണ്ട്. അവരെ മതിൽ പണിയുമ്പോൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഒരു മതിൽ പണി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ മതിൽ പണിയുന്നത്? ഒരു മതിൽ എന്തിനെ കാണിക്കുന്നതാ? മതില് ഒരു പ്രൊട്ടക്ഷനെ കാണിക്കുന്നതാ. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പരിരക്ഷണത്തെ കാണിക്കുന്നതാ മതില്. ഒരു മതിൽ അത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാ. അത് മാത്രമല്ല, അതൊരു സെക്യൂരിറ്റിയാ, ഒരു സംരക്ഷണ വലയമാണ് ഒരു മതിൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു മതിലിന്റെ മറ്റൊരു പ്രത്യേകത അത് ചിലതിനെ വേർതിരിക്കുന്നത് കൂടിയാണ്. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ മതിൽ കെട്ടുമ്പോൾ അതെന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ചിലതൊക്കെ വേർതിരിച്ച് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുവാൻ, അതിര് വേർതിരിക്കുവാൻ വേണ്ടിയാണ് മതിലുകൾ നാം കെട്ടുവാനുള്ളത്. എന്നാൽ നാം മനസ്സിലാക്കണം, ഈ മതില് തകർന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മതിൽ, ആ സെപ്പറേഷന് വേണ്ടിയുള്ള മതിൽ, അത് തകർന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും നമുക്കറിയാമല്ലോ ഒരു അതിർത്തർക്കം ഒക്കെ ഉണ്ടാകുന്നത്. എപ്പോഴാ? ഈ മതിലൊക്കെ തകർന്ന് രണ്ടാമത് നാം വീണ്ടും ആ മതിൽ പണിയുവാൻ വേണ്ടി പോകുമ്പോഴാണ് പലപ്പോഴും അതിര് തർക്കങ്ങളും മറ്റ് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയാ സംഭവിക്കുന്നത്. പ്രാർത്ഥനയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ശത്രുവായ സാത്താൻ ആത്മീയ ജീവിതത്തിൽ ഭക്തനെ തകർക്കുവാൻ അവൻ അത് ഒരു അവയവമായി എടുത്തുകൊണ്ട് പലപ്പോഴും ഇടിഞ്ഞു കിടക്കുന്ന മതിലിനകത്തുകൂടി അവൻ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയാതെ അവൻ ൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടു കഴിയുമ്പോഴാണ് പിശാച് അവിടെ ആ മതിലിനകത്തുകൂടി കയറി ഒരു ഭക്തന്റെ ജീവിതത്തെ തകർക്കുവാൻ നോക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാ. പ്രാർത്ഥനയുടെ മതിലുകൾ നമ്മുടെ ചുറ്റുമുണ്ടോ? ആ സെക്യൂരിറ്റിയുടെ മതില്, ആ പ്രൊട്ടക്ഷന്റെ മതില്, ആ സെപ്പറേഷന്റെ മതില്, അത് നമ്മുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുകയാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാ. അത് ഇന്ന് രാത്രി തകർന്നു കിടക്കുകയാണെങ്കിൽ ആ മതിലിനെ പണിയുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുക. തകർന്നു കിടക്കുന്ന മതിലുകളെ പണിയുക. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ആമേൻ നമ്മുടെ ചുറ്റുമുള്ള മതിലുകൾ ഈ ദിവസങ്ങൾ പണിതെടുക്കുവാൻ തയ്യാറാകണം. നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നെഹമ്യാവ് യെരൂശലേമിന് ചുറ്റുമുള്ള മതില് പണിയുവാനുള്ള മുൻസ്ഥാനം അവൻ എടുക്കുവാൻ തയ്യാറായി. നെഹമ്യാവിന്റെ പുസ്തകം നാം പഠിക്കുകയാണെങ്കിൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് കടന്ന് വന്ന ഒരു കൂട്ടം ജനം, ബാബേൽ പ്രവാസത്തിൽ നിന്ന് ജനങ്ങൾ 3 ഗ്രൂപ്പായിട്ടാണ് കടന്നു വരുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പിനെ ആ ബാബേലിൽ നിന്ന് കൊണ്ടുവന്ന വ്യക്തി ആണ് നെഹമ്യാവ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. BC 537 സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഗ്രൂപ്പ് ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുവാനിടയായി തീർന്നു. അതിനുശേഷം BC 458 എസ്രായുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ഗ്രൂപ്പും ബാബേലിൽ നിന്ന് തിരിച്ചു വരുവാനിടയായി തീർന്നു. BC 445 നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഇതാ മൂന്നാമത്തെ ഗ്രൂപ്പും ആ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി തിരികെ വരികയാണ്. അപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ BC 445 മുതൽ BC 430 വരെയുള്ള 15 വർഷത്തെ
ഒരു ചരിത്രമാണ് നെഹമ്യാവിന്റെ പുസ്തകം വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അധികം താമസമേന ആ മീഖ പ്രവാചകന്റെ പുസ്തകവും അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എസ്രായുടെ പുസ്തകം വായിക്കുന്നുണ്ട്. യോശുവയുടെയും സെരുബ്ബാബേലിന്റെയും നേതൃത്വത്തിൽ യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടു. നോക്കണം, എസ്രായുടെയും യോശുവയുടെയും നേതൃത്വത്തിൽ സെരുബ്ബാബേൽ അവർക്ക് ചെയ്ത് കൊടുത്തത് ഇടയായി തീർന്നു. ഇടയായി തീർന്ന മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാ. തന്നെ വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തേടി ഒഴിഞ്ഞു പോയ സേട്ഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടം അപമാനിക്കുന്നു. മതിലിടിഞ്ഞു, അതിന്റെ വാതിലുകൾ എന്ന് ഒരു വലിയ ദേവാലയം എല്ലാം പുനർനിർമ്മിച്ചിട്ട് അതിന്റെ മതിൽ ഇപ്പോഴും ഇടിഞ്ഞു കിടക്കുക. ഇന്ന് രാത്രി തന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മതിൽ ഇടിഞ്ഞുകയാണെങ്കിൽ നമ്മൾ എത്ര സൗകര്യമുണ്ട് എന്ന് വന്നാലും പ്രാർത്ഥനയുടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ശത്രു കയറി പ്രയാസമുണ്ടാക്കും. അത് ദിവസങ്ങൾ ആ മതിലുകളെ നിർമ്മിക്കുവാൻ നാം തയ്യാറാകണം. ചിന്തിച്ചേ, എന്തുകൊണ്ടാ മതില് ഇപ്പോഴും തീ വെന്ത് കിടക്കുന്നത്? എന്തുകൊണ്ടാ മതിൽ ഇപ്പോഴും ഇടിക്കുന്നത്? അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ആ ദൈവജനത്തിന്റെ അശ്രദ്ധ, അവരുടെ അല്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടാകട്ടെ എന്ന് ഇപ്പോഴും ഇടിഞ്ഞ് അല്ലെങ്കിൽ ഇത് തന്നെയാ സംഭവിക്കുക. പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ മുൻപിൽ സമയമുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് നാം മാറ്റിവെക്കുക. ദൈവപൈതലേ, ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറ്റിവെക്കരുത്. പ്രാർത്ഥനയാൽ നമ്മുടെ മതിലുകൾ കെട്ടപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും ഹല്ലേലൂയ ഉയരുമ്പോഴാണ് എതിർത്തു നിൽക്കുവാൻ. നമ്മുടെ മതിൽ ഇടിഞ്ഞു കിടക്കുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും ശത്രു നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുവാൻ എളുപ്പമുള്ളതാക്കി നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരും. നമ്മുടെ പലരുടെയും ചിന്താഗതി തന്നെയാ, ദേവാലയം നല്ല രീതിയിലുണ്ടല്ലോ, പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ. ദൈവവേദലേ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരണം. ഹല്ലേലൂയ. നല്ലൊരു ദേവാലയം ഉണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് നിർത്തരുത്. ഇറങ്ങി പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. കെട്ടുവാൻ നാം തയ്യാറാകണം. വലയം തീർക്കുവാൻ ദിവസങ്ങൾ തയ്യാറാകും. ഹല്ലേലൂയ. നെഹമ്യാവിനെ പഠിക്കുകയാണെങ്കിൽ മനുഷ്യനായ ഹല്ലേലൂയ പ്രവാസത്തിൽ നിന്ന് 3 കൊണ്ടുവന്ന വ്യക്തി, പ്രവാസത്തിൽ നിന്ന് വന്ന പേർഷ്യൻ രാജാവിന്റെ പാനപാത്രവാഹിക്കുക. ചിന്തിക്കണം, ഒരു പാനപാത്രവാഹകൻ എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. ഒരു രാജാവിന്റെ ഏറ്റവും അടുത്ത വ്യക്തി, അല്ലെങ്കിൽ രാജാവ് കഴിക്കുന്ന ഭക്ഷണം അവൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷമേ രാജാവിന് കൊടുക്കത്തുള്ളൂ. അത്രത്തോളം വിശ്വസ്ത ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ ആ പൊസിഷൻ ഒന്ന് നോക്കണമേ, എത്ര വലിയ ഹയസ്റ്റ് പൊസിഷനാണ്. രാജകൊട്ടാരത്തിൽ രാജാവിന്റെ ശേഷം പാനപാത്രവാഹകനായിരിക്കും ഏറ്റവും ഹൈ പൊസിഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല, അവന്റെ ആ ചെറിയ ജോലിയിലും അവൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തരാണോ എന്ന് നമ്മെ തന്നെയൊന്ന് ശോധന ചെയ്യുന്ന സമയം വളരെ
പലപ്പോഴും നാം മാറ്റിവെക്കുക, പ്രാർത്ഥനാ സമയങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ ആരാധന കൂട്ടങ്ങളിലൊക്കെ ആണെങ്കിലും അറിയാമല്ലോ, നാം വർഷിപ്പിന് ഒത്തിരി സമയം കൊടുക്കും, അല്ലെങ്കിൽ പ്രസംഗത്തിന് ഒത്തിരി സമയം കൊടുക്കും, എന്നാൽ പ്രാർത്ഥനയ്ക്ക് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവവേദലേ, നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് മുൻസ്ഥാനം കൊടുക്കണം. പ്രാർത്ഥനയാൽ മതിലുകളെ തീർക്കുവാൻ ഈ ദിവസങ്ങൾ തയ്യാറാകണം. നോക്കണമേ, ആ ഫെയ്ത്ത്ഫുൾ ആയ വ്യക്തി, അവൻ ഫെയ്ത്ത്ഫുൾ ആയതുകൊണ്ട് ദൈവം അവനിൽ ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ അല്പത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. പാനപാത്രവാഹകന്റെ ആ ഒരു റോളിൽ നെഹമ്യാവ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം പിന്നത്തേതിൽ അവനെ മാനിച്ചതായിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് എന്താ ചെയ്തതെന്നറിയാമോ? ഹല്ലേലൂയ. അവന്റെ ആ ഏറ്റവും നല്ല പൊസിഷൻ എല്ലാം വിട്ടിട്ട് ആ ശേഷിപ്പിനെ നോക്കി അവൻ യെരൂശലേമിലേക്ക് പോകുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നമ്മുടെ കൂട്ടായ്മ ആചരിക്കുന്നവർ, ഹല്ലേലൂയ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ സഭയിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ പ്രയാസത്തിലൂടെ കഷ്ടത്തിലൂടെ പോകുമ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക, അവരുടെ കഷ്ടമറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ അടുത്ത് പോകുക എന്നുള്ളൊരു കടമ ഒരു യഥാർത്ഥ ദൈവഭക്തന്റെയാണ് എന്ന് ഈ രാത്രിയിൽ ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അവരുടെ കഷ്ടം കണ്ട് സന്തോഷിക്കുവാനല്ല, കഷ്ടം കണ്ട് ദൈവം എന്നെ ഒരു ദൂതനായി നിങ്ങളുടെ മുൻപാകെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു കടമ നമുക്കുള്ളതായിട്ട് നാം ഓർക്കണം. അത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. നെഹമ്യാവ് പറയുക, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. നോക്കണം, നെഹമ്യാവ് വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, നെഹമ്യാവിനെ പറ്റി പഠിക്കുമ്പോൾ അവനൊരു പ്രാർത്ഥനാ വീരനായ മനുഷ്യൻ. പ്രവാസത്തിൽ നിന്ന് തട്ടിയൊഴിഞ്ഞു പോയ ശേഷം ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്ന യെരൂശലേമിന്റെ മതിലിടിഞ്ഞ് അതിന്റെ വാതിൽ തീ ചുട്ടും കിടക്കുന്നു. വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ ഇരുന്ന് കരഞ്ഞ് കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. നോക്കണമേ, ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്ത കേട്ടത്. ആ പ്രവാസത്തിൽ നിന്ന് വന്ന ശേഷിപ്പ് അവരുടെ മതിലിടിഞ്ഞു കിടക്കുക, അവരുടെ സെക്യൂരിറ്റി നഷ്ടപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം ചില ശേഷിപ്പുകളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. നിന്റെ കമ്മ്യൂണിറ്റിയിൽ, ഹല്ലേലൂയ, നിന്റെ നെയ്ബർഹുഡിൽ, ഹല്ലേലൂയ, തകർന്ന് നുറുങ്ങിയിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ കെട്ടുവാൻ ദൈവം നിന്റെ പ്രാർത്ഥനയെ ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ബൈബിൾ എന്താ പറയുന്നത്? fervent prayer righteous man avail. പ്രാർത്ഥന ഹല്ലേലൂയ. മതിലിന് വരും. ഹല്ലേലൂയ. മരിക്കുവാനിടയാത്ത അവസ്ഥകൾക്ക് മാറ്റും. എന്നാൽ ഈ ഹല്ലേലൂയ ഒരു അന്ത്യം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയാൽ ചില മതിലുകൾ തയ്യാറായാലേ മതിയാകത്തുള്ളൂ. നെഹമ്യാവ് ചെയ്തത് പോയി നെഹമ്യാവ് മതിലല്ല ചെയ്തത്. കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ കരഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, നെഹമ്യാവ് ഒരു വിശ്വസ്തനായ മനുഷ്യനായിരുന്നു, ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അത് മാത്രമല്ല, ഹല്ലേലൂയ, മറ്റുള്ളവരെ കുറിച്ച് എഴുതുന്ന ഒരു ലെറ്ററും കൂടി നെഹമ്യാവിന്റെ ജീവിതത്തിൽ. എത്ര പേരുടെ ജീവിതത്തിൽ എന്റെ അവനെ ഒന്ന് കരം കൊണ്ടുപോകണം, എന്റെ നെയ്ബറിനെ, എന്റെ അടുത്ത അയൽവാസിയെ ഒന്ന് കരം പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന ആ ഒരു ചിന്ത എത്ര പേർക്ക് ഈ പകലിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നെഹമ്യാവ് എന്താ ചെയ്തത്? ആ ശേഷിപ്പ് ഇല്ലാതെ കിടക്കുകയാണ്. അവൻ ഇരുന്ന് കരയുവാനിടയായി തീർന്നു. അവരുടെ കഷ്ടത മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവരുടെ പ്രയാസം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന്
കരയുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ചിന്തിക്കണമേ, എത്ര പേർക്ക് ആ ഒരു ഹൃദയമുണ്ട്, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കരയുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആ ഒരു ഹൃദയമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എത്രയോ പേർ പീഡനത്തിൽ കടന്നു പോകുക. ഈ ലോകത്തിന്റെ മിഷൻസിനെ പറ്റിയൊക്കെ നാം പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള അനേക ആളുകൾ, ഏകദേശം 100 മില്യണോളം ആളുകൾ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുക. ഈ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന ദൈവ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളായ നമുക്ക് ഒരു കടമയുണ്ട്. പ്രാർത്ഥനയിൽ ഒരു മതിൽ തീർക്കുക എന്നൊരു കടമ ദൈവമുണ്ട്. അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് മതിൽ തീർക്കുവാൻ ദൈവം ഈ ദിവസങ്ങൾ വീരന്മാരായ പ്രാർത്ഥനാ വീരന്മാരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? നാം ഹല്ലേലൂയ ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാ ഫ്രീഡവും അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ എല്ലാ ഫ്രീഡവും അനുഭവിക്കുമ്പോൾ, ബൈബിൾ തുറന്ന് വായിക്കുവാൻ പോലും കഴിയാത്ത അവസരത്തിലായിരിക്കുന്ന എത്രയോ ദൈവമക്കൾ ഹല്ലേലൂയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെ ഓർത്ത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി ഒരു നിമിഷം അവർക്ക് വേണ്ടി കരയുവാൻ തയ്യാറാണോ? ദൈവം ഹല്ലേലൂയ അവരുടെ ചുറ്റും പ്രാർത്ഥനയുടെ മതിക്കുവാൻ തയ്യാറാണോ? എങ്കിൽ ശത്രു അവരെ അടുക്കാതെ അവർ നേടുവാൻ കഴിയും. ഇതൊരു ഹൃദയവിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാ നെഹമ്യാവ് ചിന്തിക്കുന്നത്? കാലത്തിൽ രാജാ വ്യക്തിയാ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇത് തന്നെയാ. പൊസിഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി കഴിയുമ്പോൾ മറ്റുള്ളവരെ പറ്റിയുള്ള നമുക്ക് മാറും. ഞാന് എന്റെ പേഴ്സണൽ ചിന്തയിൽ മുൻപോട്ട് പോപ്പിനെ കൂടി നാം ഓർക്കണവരെ നാം ഓർക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന വലയം തീർക്കുവാൻ പ്രാർത്ഥനയാൽ മതിൽ നാം തയ്യാറായി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിലുള്ള ജനം ഹല്ലേലൂയ time to pray, to do great things. നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രാർത്ഥനയുടെ മതിലിൽ തീർക്കുവാൻ ഇതാണ് എന്ന് മനസ്സിലാക്കണം. ഹോംലാൻഡിന് വേണ്ടി കരയുവാൻ, മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കരയുവാൻ ഈ ദിവസങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നെഹമ്യാവിന്റെ പ്രാർത്ഥന പലപ്പോഴും പ്രാർത്ഥന പോലെയല്ല. നമ്മുടെ മുമ്പിൽ ആഹാരം, നമ്മുടെ വീട്ടിൽ 5 മിനിറ്റ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന. നെഹമ്യാവിന്റെ പ്രാർത്ഥന ഒരിക്കലിന്റെ പ്രാർത്ഥനയായി പഠിക്കുകയാണെങ്കിൽ അവന്റെ പുസ്തകം 1-ാം ആണെങ്കിൽ 1-ാം വാക്യം ഗെദല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം 20 കിസ്ലോവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജസന്നിധിയിൽ ഇരിക്കുമ്പോൾ. നോക്കണം, കിസ്ലോവ് മാസത്തിലാണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. എന്നാൽ നെഹമ്യാവ് രാജാവിനോട് കാര്യം പറയുന്നത് ആ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല. അർത്ഥകഷ്ട രാജാവ് നീസാൻ മാസം നോക്കണമേ, 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവ് രാജാവിന് കാര്യം പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നീസാൻ മാസത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഞാൻ പഠിക്കുകയാണെങ്കിൽ ഈ കിസ്ലോവ് മാസം എന്ന് പറയുന്നത് വർഷത്തിന്റെ 9-ാം മാസമാണ്. പിന്നെയും പഠിക്കുകയാണെങ്കിൽ ഈ നീസാൻ മാസം എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസമാണ് ആ നീസാൻ മാസം. അപ്പോൾ നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ കിസ്ലോവ് മാസം മുതൽ മാസം വരെ ഏകദേശം 4 മാസത്തെ ഗ്യാപ്പ് അവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. ചിന്തിക്കണമേ, ഏകദേശം 4 മാസം ആ ഹൃദയം നുറുങ്ങി മനസ്സലിവോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ചതിന് ശേഷം രാജാവിന്റെ സന്നിധിയിൽ പോയിട്ട് നെഹമ്യാവ് മതില് പണിയുവാൻ ഒരു തീരുമാനം എടുക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. നമ്മളെ പോലെ 5 മിനിറ്റ്
പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ലായിരുന്നു. ദൈവസന്നിധിയിൽ മുഴങ്കാലി 4 മാസത്തിൽ നിന്ന് അവനിരുന്ന സംബന്ധിച്ചിടത്തോളം മനുഷ്യനായിരുന്ന പുസ്തകത്തിൽ തന്നെ 11 പ്രാവശ്യം അവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ ആ ബിസി സ്കെഡ്യൂളിന്റെ ഇടയിലും ആ ഹല്ലേലൂയ മതിൽ പണിയുന്നതിന്റെ ഇടയിലും നെഹമ്യാവ് പ്രാർത്ഥിക്കുവാൻ സമയമെടുത്തതായിട്ട് കാണുവാൻ കഴിയുന്ന. അത് ചെന്നിട്ട് അർത്ഥം ചോദിക്കുന്ന സമയത്ത് 4-ാം വാക്യത്തിൽ ദൈവത്തിനോട് നോക്കണമേ, സംസാരിക്കുന്ന സമയത്ത് പോലും അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ചോദ്യം രാജാവിനോട് ചോദിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാ? ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച്, 2 പ്രാർത്ഥിച്ച് എനിക്കില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റം പറയുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥയിൽ മാറ്റം വരണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. പ്രാർത്ഥനയുടെ മതിലുകൾ ഉയരണം. പ്രാർത്ഥനയുടെ മതില് ആമേൻ ഉയർന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ ശത്രുവിന്റെ ആയുധം തകർക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്ന് നാം മനസ്സിലാക്കണം. നെഹമ്യാവ് ഹല്ലേലൂയ സമയം മുൻപോട്ട് പോകുന്നതുകൊണ്ട് അധികം കാര്യങ്ങൾ എന്റെ മുൻ ആ മതിൽ യെരൂശലേമിലേക്ക് മതിൽ പണി ആരംഭിച്ചു. ജനത്തിനെ മതിൽ പണി ഞങ്ങൾ എഴുന്നേറ്റ് ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു പണി തുടരുമ്പോൾ പലരും അതിനു മുൻപിൽ പ്രയാസങ്ങൾ. ആത്മീയ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നീ പ്രാർത്ഥിക്കുവാൻ ഒരു തീരുമാനം, ശത്രു നിന്റെ തീരുമാനത്തെ കാണും. ആമേൻ. ആ ശത്രു നിന്റെ തീരുമാനത്തെ ആമേൻ കോട്ടിക്കളയുവാൻ ശ്രമിക്കും. നിന്റെ തീരുമാനത്തെ തകർത്തിക്കളയുവാൻ ശ്രമിക്കും. യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ അവൻ പ്രാർത്ഥന ആയുധങ്ങളാൽ മതിലുകളെ പണിത് ശത്രുവിനെ ജയിക്കുവാൻ തുടങ്ങി. സൻബല്ലത്ത് പണിക്ക് നിരുത്സാഹപ്പെടുത്തുക, പിന്നീട് വന്ന് നെഹമ്യാവിനെ കളിയാക്കുക, എല്ലാ ആമേൻ പ്രയാസങ്ങളും വന്നു നിൽക്കുക. നെഹമ്യാവ് തളർന്നു. ഒരു പ്രാർത്ഥിക്കുന്ന കഴിയുക. ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, ഒരു പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ സ്വർഗ ദൈവം വാതിൽ നിന്നെ ദൈവമുണ്ട്. പോകരുത്. ഹല്ലേലൂയ. പണിയുവാനിടയായി മതിൽ പണിയുവാൻ തയ്യാറായപ്പോൾ സൻബല്ലത്തും തോബിയാവും ഹല്ലേലൂയ അവരെ നിന്ദിക്കുവാൻ വന്നുവെങ്കിലും സ്വർഗത്തിലെ ദൈവം അവർക്ക് കാര്യം സാധിപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒന്ന്, അത് പ്രാർത്ഥനയാൽ തീർത്ത മതില, അത് ഐക്യതയാൽ ഉണ്ടായ മതില. ഇന്ന് പൽക്കാലം നാം ഒരുമനപ്പെട്ട് ഐക്യപ്പെട്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ചില ഉന്നതകാരികളുടെ മനസ്സിനോട് എഴുന്നേറ്റ് തയ്യാറാകണം. നമുക്കറിയാമല്ലോ, ആ മതിൽ പണി തുടങ്ങി 10 50 പണി തീർക്കുവാൻ സംഘത്തിനുമിടയായി തീർന്നു. നോക്കണമേ, ചരിത്രകാരന്മാര് പറയുന്നത് 52 ദിവസം കൊണ്ട് ഒരിക്കലും ഇത് സാധിക്കത്തില്ല എന്നാ പറയുന്നത്. എന്നാൽ എന്റെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യമേ, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ ഇടിഞ്ഞു കിടക്കുന്ന മതിലാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ്
പണിയും. സൻബല്ലത്തും തോബിയാവും എനിക്കെതിരെ വന്നേക്കാം, ഈ ലോകം എനിക്കെതിരെ വന്നേക്കാം, എല്ലാവരും എന്നെ തകർത്തി കളഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ എന്റെ സ്വർഗത്തിലെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും എന്ന് ആ ഒരു ഉറപ്പേറിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും ഈ ദിവസങ്ങൾ ഉണ്ടാകുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. നെഹമ്യാവ് ഹല്ലേലൂയ മതിൽ പണിയുവാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഓർക്കേണ്ട ഒരു സംഗതി, പലപ്പോഴും നമ്മൾ പല മതിലുകളൊക്കെ പണിയാറുണ്ട്. നമ്മളൊക്കെ അതിര് വെച്ചിട്ട് മതിലുകൾ പണിയാറുണ്ട്. നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് പണിയുന്ന മതില. ആമേൻ. ശത്രു ഒരു പെരുവരൽ നീക്കിയാൽ മതി, ഈ ഹല്ലേലൂയ ഈ മതിൽ ഇടിഞ്ഞു വീഴും. എന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നെഹമ്യാവ് പ്രാർത്ഥനയിൽ അടിസ്ഥാനമിട്ട് മതിൽ പണിതത് കൊണ്ട് ശത്രുവിന് അതിനടുത്തു പോലും വരുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മനസ്സിലാകണമേ, നിങ്ങൾ ഏത് സംരംഭം തുടങ്ങിയാലും പ്രാർത്ഥനയിൽ അടിസ്ഥാനമിട്ട് നിങ്ങളുടെ മതിലുകളെ പണിയുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ മതിലിന്റെ അടുത്ത് വരുവാൻ പോലും ശത്രുവിന് കഴിയത്തില്ല. നീ ഒരു തീഗോളമായി മാറും. ഹല്ലേലൂയ. ശത്രു നിന്റെ വഴിയെ വരുമ്പോൾ ആമേൻ അത് ചിന്നി ചിതറിപ്പോകും, അത് കത്തുന്ന തീപന്തമായി മാറിപ്പോകും. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയുടെ മതിലുകളെ തീർക്കുവാൻ തയ്യാറാകുക. പ്രാർത്ഥനയുടെ മതിലുകൾ തീർക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയാൽ മതിലുകളെ പണിയുവാൻ തയ്യാറാക്കണം? ആമേൻ. എത്ര പേർക്ക് അതിന് ഉത്സാഹമുണ്ട്? ഹല്ലേലൂയ. നാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആമേൻ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥനാ വീരന്മാരെ നഷ്ടമായി കൊണ്ടിരിക്കുക. ആമേൻ. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരെ നമുക്ക് നഷ്ടമായി വരുന്നൊരു ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുക. രാത്രി വെളുക്കോളം പ്രാർത്ഥിക്കുന്ന മാതാക്കളെ നഷ്ടപ്പെടുന്ന ഒരു സമയത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ എത്ര പേർ ഹല്ലേലൂയ ആ ഗ്യാപ്പിൽ ഇറങ്ങി നിന്നിട്ട് കർത്താവേ, ഐ ആം റെഡി ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് ആൻഡ് ഇന്റർസീഡ് ഫോർ ദ പീപ്പിൾ. ഹല്ലേലൂയ. ഞാൻ ഈ ഗ്യാപ്പിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ദൈവജനത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ തയ്യാറാണ് എന്ന് എത്ര പേർ ഈ രാത്രി തീരുമാനമെടുക്കുവാൻ തയ്യാറാകും? ആമേൻ. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാ. ഹല്ലേലൂയ. അതിന്റെ കതകുകൾ തീ വെച്ച് ചുട്ടുകിടക്കുകയാ. ഹല്ലേലൂയ. ഒരു പ്രൊട്ടക്ഷൻ ഇല്ല, ഒരു സംരക്ഷണം ഇല്ലാത്ത അവസ്ഥ. ആമേൻ. ഹല്ലേലൂയ. ആ സെപ്പറേഷന്റെ മതില് ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുകയാ. ഹല്ലേലൂയ. 21-ാം നൂറ്റാണ്ടിലും അത് തന്നെയാ സംഭവിച്ചു വരുന്നത്. ഹല്ലേലൂയ. ആ വേർതിരിക്കുന്ന മതിൽ ഇടിഞ്ഞു കിടക്കുകയാ. എന്നെ ശ്രദ്ധിക്കണമേ. വാൾ ഓഫ് സെപ്പറേഷൻ അത് ഈ ദിവസങ്ങളിൽ ഞാൻ പറയുമ്പോൾ അശുദ്ധിയിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ ഈ ദിവസങ്ങൾ അത് ഇടിഞ്ഞു കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വിശുദ്ധനെ അശുദ്ധിയിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. തെറ്റിനെ ശരിയിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ അത് ഈ ദിവസങ്ങളിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. നീതിയെ അനീതിയിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ അത് ഈ ദിവസങ്ങളിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ദൈവസഭയെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ അത് ഈ ദിവസങ്ങളിൽ ഇടിഞ്ഞു കിടക്കുകയാ. ദൈവമക്കളെ, ഈ മതിൽ ഇടിഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ശത്രു ഹല്ലേലൂയ ലോകത്തിന്റെ സംഭവങ്ങൾ ദൈവ സാധ്യതയുണ്ട്. ന്യൂ സഭകളിലെല്ലാം അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില മതിൽ വേർതിരിവിന്റെ തയ്യാറാകണം. പ്രാർത്ഥനയാൽ വേർതിരിയുന്ന പൊങ്ങി വരുവാനിടയായി തീരണം. പലപ്പോഴും പ്രാർത്ഥനയുടെ ആയുധങ്ങളെല്ലാം ആയുധപാണിയുടെ അടുത്ത് മാറ്റണം. ഹല്ലേലൂയ. ഈ തുരുമ്പൊക്കെ ഒന്ന് രാഗി മൂർച്ച കൂട്ടണം. നമ്മുടെ പ്രാർത്ഥനയുടെ ആയുധങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മൂർച്ച കൂട്ടേണ്ടത് വളരെ ആവശ്യമാ. നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ആ എക്സ്ക്യൂസ് വെച്ച് മാറിയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനെ ഒക്കെ പറയാനുണ്ടായി. മദ്യലഹരി സന്ദർഭമുണ്ടായിരുന്നു. അവനൊരു എക്സ്ക്യൂസ് എടുക്കാമായിരുന്നു. യോസഫിനായിരുന്നു എന്റെ എല്ലാ സഹോദരന്മാരും എന്നെ തള്ളിയാണ്, എനിക്കിനി പറയാമായിരുന്നു ഞാൻ
എനിക്കിനി മുൻപോട്ട് കഴിയത്തില്ല. ദാവീദിന് പറയാമായിരുന്നു, ഞാനൊരു കൊലപാതകനാ, അതുകൊണ്ട് എനിക്കിനി മുൻപോട്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നൊരു പക്ഷേ ദാനിയേലിന് പറയാമായിരുന്നു. പൗലോസിന് പറയാമായിരുന്നു, ഞാൻ സഭയെ പീഡിപ്പിച്ചവനാ, എനിക്ക് ഇനി മുൻപോട്ട് എന്ത് ചെയ്യുവാൻ കഴിയും? യേശുവിന്റെ സ്വന്തം ശിഷ്യന്മാർക്ക് പോലും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ യേശുവിനോട് കൂടെ ഒരു മണിക്കൂർ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പിന്തിരിഞ്ഞ പൂർണ്ണമായി കർത്താവേ, എന്ത് ഏൽപ്പിച്ചാലും അത് ചെയ്യുവാൻ ഞാൻ തയ്യാർ ആണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവരവരെ സമർപ്പിക്കുവാൻ ഇടയായതുകൊണ്ട് അവരെ മാനിച്ച് തന്നെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി എക്സ്ക്യൂസ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്ക്യൂസസിനെ ഒന്ന് മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയാൽ നമ്മുടെ മതിലുകളെ തീർക്കുവാൻ തയ്യാറാകണം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ഹല്ലേലൂയ. മതിലുകൾ ഈ ദിവസങ്ങൾ മൂർച്ച കൂടട്ടെ. വളരെ ഉണ്ട്, കൊയ്ത്തുണ്ട്, എന്നാൽ വേലക്കാർ ഹല്ലേലൂയ ചുരുക്കമാണ്. കൊയ്ത്തിനു വേണ്ടി അല്ലെങ്കിൽ നാം തയ്യാറാകണം. നാം മറന്നു പോകും. ഈ ദിവസങ്ങൾ വീരന്മാരെ ദൈവം അന്വേഷിക്കുക, പ്രാർത്ഥിക്കുവാൻ പേർ തയ്യാറാണ്. ഇടിവ് നിൽക്കുവാൻ, രാജ്യത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു സംരക്ഷണ പ്രാർത്ഥനയാൽ ശത്രുവിനെ ജയിക്കാൻ എത്ര പേർ. ഞാൻ മുൻപേ ഓർപ്പിച്ചു, ഹല്ലേലൂയ, നമ്മുടെ മാനുഷിക കഴിവുകൊണ്ട് മതിലുകൾ ഹല്ലേലൂയ ഒരു കാറ്റടിച്ചാൽ എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്ത്രങ്ങളെ ജയിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ മതിയാകത്തുള്ളൂ. ക്രിസ്തുവിന്റെ സ്നേഹത്തെ വേർതിരിക്കുവാൻ ഒന്നിനും കഴിയത്തില്ല. പട്ടിണിയും പ്രയാസവും പ്രതികൂലമ്പോൾ ഈ പ്രാർത്ഥനയുടെ മതിൽ നമുക്കുണ്ടെങ്കിൽ അതൊരു വലയമായി തീരുമാനമല്ല. ഈ പ്രാർത്ഥന അതൊരു സെപ്പറേറ്റ് ആമേൻ ലോകകാരമുള്ള കാര്യങ്ങൾ സഭയിലേക്ക് വരാതെ ശരിയെ വേർതിരിക്കുന്ന ആ മതിലായിട്ട് ആമേൻ അത് ഉയർന്നു വരട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന എത്ര പേർ തീരുമാനം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും ആഴമായി സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാത്സല്യം നടന്നല്ലേ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങൾ പ്രാർത്ഥനയെ ആമേൻ ഇടിഞ്ഞുകളെ പണിയുവാൻ വിശ്വസ്തയോടെ, പ്രാർത്ഥനയോടെ, ധൈര്യത്തോടെ ചെയ്തുകൊണ്ട് കിടക്കുന്ന അവസ്ഥ മാറ്റം വരുത്തുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ കർത്താവ്. ഒരു കൊറോണ വൈറസ് വന്നതുകൊണ്ട് ഞങ്ങൾ തകർത്ത് കളയുവാൻ കഴിയും. മാരകമായ തകർത്ത് കളയുവാൻ ആമേൻ പ്രതി വരുമ്പോൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ദൈവിക കൃപ കർത്താവ് നൽകുന്നതിനാൽ തുടർന്ന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ദിവസം ദൈവങ്ങളെ കൂടുതലായി ശക്തി പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ. ഈ വചനങ്ങൾ നമ്മെ ചെയ്യട്ടെ എന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന പാസ്റ്റർ അനീഷിനും പുത്തൻകാവ് ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും അറിയിക്കുന്നു. എത്രത്തോളം സമയം ലൈവിലൂടെ എന്നെ കേട്ട എല്ലാവർക്കും ഇതൊരു അനുഗ്രഹവും ആശ്വാസമാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ